നമുക്കറിയാം നെപ്പോളിയൻ്റെ കഥ. നെപ്പോളിയൻ ഒരു കാലത്ത് 1804 മുതൽ 1814 വരെ യൂറോപ്പിൻ്റെ വലിയൊരു പ്രദേശം മുഴുവൻ സ്വന്തം കാൽക്കീഴിലാക്കി ഭരിച്ച ഒരു ചക്രവർത്തിയാണ്. അത് കോഴ്സിക്ക എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിൽ ജനിച്ച് അത് ഫ്രാൻസിൻ്റെ പ്രവിശ്യയായി മാറി. പിന്നീട് ഇവിടെ നിന്ന് ഫ്രാൻസിലെത്തി മിലിറ്ററി സ്കൂളിൽ പഠനം നടത്തി ഒരു പട്ടാളക്കാരനായി ചേർന്ന് അവിടെ നിന്ന് പടിപടിയായി വളർന്ന് ഫ്രാൻസ് അക്കാലത്ത് നിരന്തരമായി യുദ്ധങ്ങൾ പരാജയപ്പെട്ടിരുന്നൊരു കാലത്ത് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിൽ സൈനിക നേതൃത്വം യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നപ്പോൾ ഞാൻ യുദ്ധം നയിക്കാമെന്ന് മുന്നിട്ടിറങ്ങി ആ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് സൈനിക തലവനായി ആ യുദ്ധം നയിച്ച് യുദ്ധം ജയിച്ച് പിന്നീട് സൈനിക നേതൃത്വത്തിലെ ഏറ്റവും ഉയർന്നയാളായി മാറി, കോർപ്പറലായി മാറി. പിന്നീട് ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി അയൽ രാജ്യങ്ങൾ കീഴടക്കി ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മാറിയ ഒരാളാണ് നെപ്പോളിയൻ. അത്യധ്വാനം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും ഭരണതലത്തിലേക്ക് ഉയർന്ന വെറും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യൻ. യുദ്ധങ്ങളൊന്നും ന്യായീകരിക്കത്തക്കതല്ല, യുദ്ധങ്ങളൊന്നും നല്ലതുമല്ല. പക്ഷേ ചില അധികായന്മാർ ചരിത്രത്തിൽ ഉയർന്നു വരുന്ന ആവേശകരമായ കഥകൾ നമ്മളെ പ്രചോദിപ്പിക്കും, എത്ര തലമുറ കഴിഞ്ഞാലും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ നെപ്പോളിയൻ്റെ കഥ ഇവിടെ പറയേണ്ടി വരുന്നത്.